നമസ്കാരം. പ്രവാസി മലയാളി പ്രസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ഇന്ന് ഇസ്ലാമിക പുതുവർഷമായ മുഹറം 1 ആരംഭിക്കുന്നു. ഇന്നലെ വൈകിട്ടോടെ സൗദി അറേബ്യയിൽ പുതുവർഷ പിറവി ദൃശ്യമായതോടെയാണ് ഇന്ന് മുഹറം ആദ്യ ദിനം ആരംഭിക്കുന്നതെന്ന് സുപ്രീം കോടതി അറിയിച്ചു. UAE-യിൽ വെള്ളിയാഴ്ചയാണ് ഹിജ്റി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്നേ ദിവസം സർക്കാർ സ്വകാര്യ മേഖലയിൽ എല്ലാ ജീവനക്കാർക്കും അവധിയായിരിക്കും. ഇസ്ലാമിക പുതുവർഷം ഹിജ്റി പുതുവർഷം എന്നും അറിയപ്പെടാറുണ്ട്. AD 622-ൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ദിനം. ഇത് ഇസ്ലാമിക് ലൂണാർ കലണ്ടറിന്റെ ആരംഭമായാണ് കണക്കാക്കുന്നത്. ഈദുൽ ഫിത്തർ പോലെയോ ഈദുൽ ദഹ പോലെയോ ഈ ദിനം ആഘോഷിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ദിനം തന്നെയാണ് മുഹറം 1. UAE, മൊറോക്കോ, സിറിയ തുടങ്ങി 20-ലധികം രാജ്യങ്ങൾ ഹിജ്റി പുതുവർഷം അവധി ദിനമായി ആചരിക്കാറുണ്ട്. നമ്മളെ ചിങ്ങം 1 ആഘോഷിക്കുന്നത് പോലെ UAE സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ അർദ്ധവാർഷിക ലക്ഷ്യം 1% പൂർത്തീകരിക്കാനുള്ള സമയപരിധി 30-ന് അവസാനിക്കും. 5 ദിവസത്തിനകം സ്വദേശിയെ നിയമിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 1 മുതൽ പരിശോധന ഊർജിതമാക്കും. സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം കാട്ടുന്ന കമ്പനികൾക്ക് ആദ്യ തവണ 1 ലക്ഷം ദിർഹം പിഴ ചുമത്തും. ആവർത്തിച്ചാൽ 3 ലക്ഷവും, മൂന്നാം തവണയും നിയമം ലംഘിക്കുകയാണെങ്കിൽ 5 ലക്ഷം ദിർഹവുമാണ് പിഴ. 2022 മുതൽ 2025 ഏപ്രിൽ വരെ 2200 നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 50-ഓ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. കമ്പനികളുടെ സ്വകാര്യാർത്ഥം 6 മാസത്തിൽ ഒരിക്കൽ ജൂൺ, ഡിസംബർ മാസങ്ങളിൽ 1% വീതം സ്വദേശികളെ നിയമിക്കാൻ നൽകിയ കാലാവധിയാണ് ഈ 30-ന് അവസാനിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ 6%വും ഈ വർഷത്തെ 2%വും ചേർത്ത് ഡിസംബറോടുകൂടി 8% സ്വദേശിവൽക്കരണമാണ് ഈ വിഭാഗം കമ്പനികൾ നടത്തേണ്ടത്. 2026-ലെ 2% കൂടി ചേർത്താൽ നാഫിസ് പദ്ധതിയുടെ ആദ്യഘട്ടമായ 10% സ്വദേശിവൽക്കരണം പൂർത്തിയാകും. ഈ വർഷം ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് സ്വകാര്യ മേഖലകളിലെ 28,000 കമ്പനികളിലായി 1.41 ലക്ഷം സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ട്. സ്വദേശിവൽക്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കിയ കമ്പനികൾക്ക് സർക്കാർ സേവന ഫീസിൽ 80% ഇളവ് നൽകുന്നതിന് പുറമെ സർക്കാർ ടെൻഡറുകളിൽ മുൻഗണനയും നൽകുന്നുണ്ട്. നിയമലംഘകരെ കുറിച്ച് 609-0000 എന്ന നമ്പറിലോ മോഹർ സ്മാർട്ട് ആപ്പ് വഴിയോ അറിയിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മന്ത്രാലയം ഒരു അഭ്യർത്ഥന പോലെയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ വാർത്തയും നമ്മൾ വായിക്കുമ്പോഴും അവിടെ പണി കിട്ടുന്നത് പ്രവാസികൾക്ക് തന്നെയാണെന്നുള്ളതാണ്. 1% വീതം എന്ന് പറയുമ്പോൾ 1% നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും 2%മാണ് നടത്തേണ്ടത് ജൂൺ മുതൽ ഡിസംബർ വരെ. അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ 10%-ഓളം വരുന്നുണ്ട് സ്വദേശിവൽക്കരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പകരം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പ്രവാസികൾക്ക് അവരുടെ അവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായിട്ടും പ്രവാസികൾ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് സ്വദേശികളെ അവിടെ റിക്രൂട്ട് ചെയ്യുമ്പോൾ സ്വദേശികൾക്ക് കൂടുതൽ അവസരം കൊടുക്കുകയാണ് ഇപ്പോഴ്. അതനുസരിച്ച് പ്രവാസികളുടെ സ്ഥാനം കുറയും. മാത്രവുമല്ല അവിടെ ഈ സ്വദേശിവൽക്കരണം നടത്തുന്ന കമ്പനികൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയും പ്രോത്സാഹനവുമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി അവർ എന്തും ചെയ്യുമെന്ന കാര്യത്തിലേക്ക് എത്തുകയാണ്. സത്യത്തിൽ നമുക്ക് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാലേ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. കാരണം മുമ്പൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു പിരിച്ചുവിടലൊക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ കുടുംബങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു വാർത്തയിലേക്ക് കൂടി പോകാം. അടുത്ത വാർത്ത ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ്. ഇന്നലെ പതിവ് പോലെ സ്കൂളിൽ പോയി വന്നതാണ് 7 വയസ്സുകാരനായ റൂഫസ് കുര്യൻ. വീട്ടിൽ വന്നതോടെ ക്ഷീണം തോന്നി പനിക്കുള്ള മരുന്ന് കഴിച്ച് കിടന്നുറങ്ങി. ഇടയ്ക്ക് റൂഫിനെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുമ്പോഴുമെല്ലാം പതിവ് പോലെ തന്നെയാണ്. ഇടയ്ക്ക് ശരീരത്തിൽ തടിപ്പുകൾ കണ്ടപ്പോൾ അല്പം ആശങ്ക തോന്നി. പക്ഷെ നഴ്സായ അമ്മയ്ക്കും അതൊരു സാധാരണ പനി മാത്രമായിട്ടാണ് തോന്നിയത്. പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞതോടെ കുട്ടിക്ക് കലശലായ ക്ഷീണവും ബുദ്ധിമുട്ടും തോന്നി. നടപ്പ് ദൂരമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ രാത്രി 2:30-യോടെ കുടുംബ സുഹൃത്തു കൂടിയായ പാസ്റ്റർ ജിജി ഓടിയെത്തുകയായിരുന്നു. മാതാപിതാക്കളെയും കൂട്ടി ജിജി കുഞ്ഞുമായി 10 മിനിറ്റിനകം കവൻട്രി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ A&E എത്തി. അവിടെ ഹോസ്പിറ്റൽ ജീവനക്കാർ കുട്ടിയെ പരിശോധിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ജോഡി ഡ്രസ്സ് കൂടി കുഞ്ഞിനായി എടുക്കാൻ ജിജി തിരികെ വീട്ടിലേക്ക് എത്തി. എന്നാൽ വീണ്ടും 10 മിനിറ്റിനകം ഫോണിൽ റൂസിന്റെ പിതാവ് കുര്യൻ ഫോൺ എത്തുമ്പോൾ അങ്ങേ തലയ്ക്കൽ കുഞ്ഞിന്റെ അമ്മ അടക്കമുള്ളവരുടെ അലർച്ചയോടെയുള്ള നിലവിളിയാണ് കേട്ടത്. ഇക്കാര്യം വിവരിക്കുമ്പോൾ പാസ്റ്റർ ജിജിയുടെ ശബ്ദത്തിൽ വിറയൽ മാറുന്നില്ല. കാരണം നിന്ന നിൽപ്പിൽ മറഞ്ഞു പോയതുപോലെയാണ് റൂഫിസിന്റെ മരണം പ്രിയപ്പെട്ടവരെ തേടി എത്തിയിരിക്കുന്നത്. ഒരു സാധാരണ പനിയുമായി സ്കൂളിൽ നിന്നെത്തിയ കുഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചു. മരിച്ചെന്ന വാർത്ത കേട്ട കവൻട്രിയിലെ മലയാളികൾക്കും
സ്വന്തം കാതുകളെ വിശ്വസിക്കാമോ എന്ന ആശങ്കയിലാണ് ഒരു പകൽ പിന്നിടുമ്പോഴും ഉള്ളത്. ഉച്ചയായപ്പോഴേക്കും കുര്യൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഓടിയെത്തിയ കവൻട്രിയിലെ പൗരാവലിയിൽ ആർക്കും ആരോടും ഒന്നും പറയാനില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഗൾഫിൽ നിന്നും 1.5 വർഷം മുൻപെത്തിയ കുര്യനെയും കുടുംബത്തെയും ആദ്യമായി കണ്ടവർക്ക് പോലും ശബ്ദം പുറത്തു വരുന്നില്ല. റൂസിന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രം വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നത് അവൻ ആ വീട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന തോന്നൽ മാത്രമാണ് ഉണ്ടാക്കിയത്. ആ കുഞ്ഞ് ഇനി കൂടെ ഇല്ല എന്ന സത്യം കാണുന്നവർക്ക് പോലും ഉൾക്കൊള്ളാൻ ആകാത്ത സാഹചര്യത്തിൽ എങ്ങനെ ആ അച്ഛനും അമ്മയും ഏകജ്യേഷ്ഠനും ഉൾക്കൊള്ളും എന്ന വേദനയാണ് ഇപ്പോൾ ഓരോ ഹൃദയങ്ങളും പങ്കിടുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ കവൻട്രിയിലെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും ഇത്തരം ഒരു ആകസ്മിക സാഹചര്യത്തെ സ്വന്തം കൺമുന്നിൽ ഈ നാട്ടിൽ നേരിടേണ്ടി വന്നിട്ടുമില്ല. അതിന്റെ പകപ്പും പ്രയാസവും ഒക്കെ ഓരോരുത്തരും ഇപ്പോൾ വേദനയോടെ പങ്കിടുകയാണ്. എങ്ങനെയാണ് കുര്യനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കേണ്ടത് എന്ന് കവൻട്രി മലയാളികൾക്ക് ഇനിയും അറിയില്ല എന്നാണ് വീട്ടിലെത്തുന്നവരുടെ നിസ്സംഗത തെളിയിക്കുന്നതും. കുഞ്ഞിന്റെ മരണമറിഞ്ഞ് കവൻട്രി വാർഷിപ്പ് സെന്ററിലെ അംഗങ്ങളും കുര്യന്റെ ബന്ധുക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് പോയ മരണത്തെ മനസ്സിൽ പോലും കാണാനാകാതെ റൂസിന്റെ അമ്മ വിലപിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും സഹപ്രവർത്തകരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അതിരാവിലെ തന്നെ വീട്ടിലെത്തിയിരുന്നു. ആലപ്പുഴ സ്വദേശികളാണ് റൂസിന്റെ മാതാപിതാക്കളായ കുര്യൻ വർഗീസും ഷിജി തോമസും. ഏക സഹോദരൻ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഒരു സാധാരണ ക്ഷീണം നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. സ്കൂളിൽ നിന്ന് വന്ന കുട്ടി ക്ഷീണമാണ്, കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറയുമ്പോ അത് ആ കിടപ്പ് മരണത്തിലേക്കാണ് എന്നുള്ള അതും അമ്മ നേഴ്സാണ്. അതെ, നമുക്ക് എന്താ പറയാ, മരണത്തിന് മുമ്പിൽ ഒന്നും ഇല്ലല്ലോ. അതെ, അമ്മ നേഴ്സായാലും ഡോക്ടർ ആയാലും അതെ, എന്തുകൊണ്ടാണ് അതെ, എന്താണ് ആ കുഞ്ഞിന് സംഭവിച്ചത്? അതായത് തടുപ്പ് വന്നു എന്ന് കൂടി പറയുന്നുണ്ട് ശരീരമാസകലനം. ഇനി മറ്റെന്തെങ്കിലും കഴിച്ചിരുന്നോ, സ്കൂളിൽ എന്തെങ്കിലും കഴിച്ചിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ അലർജി ആണോ? പനിക്ക് മരുന്ന് കൊടുത്തു എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്താണ് എന്നറിയില്ല. എന്തായാലും ഈ ഒരു 7 വയസ്സുകാരന്റെ മരണത്തിൽ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് പ്രവാസ ലോകം. മറ്റു വാർത്തയിലേക്ക് എന്തായാലും പോകേണ്ടതുണ്ട്. അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിന് തീപിടിച്ചതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ്. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. ബുധനാഴ്ച രാവിലെ ലാസ് വെഗാസിലെ ഹാരി റീഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നോർത്ത് കരോലിനയിലേക്ക് പോകുകയായിരുന്ന വിമാനം പറന്നുയർന്നപ്പോൾ ഒരു എഞ്ചിനിൽ നിന്ന് തീ ഉയരാൻ തുടങ്ങുകയായിരുന്നു. 153 യാത്രക്കാരും 6 ജീവനക്കാരുമുള്ള വിമാനം ഉടൻ തന്നെ തിരിച്ചിറക്കി. സംയോജിതമായ പൈലറ്റിന്റെ ഇടപെടലാണ് അപകടം ഒഴിവാക്കാൻ കാരണമായത്. എഞ്ചിന്റെ വശത്ത് നിന്ന് തീ ഉയരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. വലിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനം കേട്ടതിന് ശേഷമാണ് വിമാന എഞ്ചിൻ കത്തുന്നതായി കണ്ടെത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എന്നാൽ തുടർ പരിശോധനയിൽ വിമാന എഞ്ചിന് തകരാറുണ്ടായി എന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ദുരന്തത്തിന് സമാനമായതാണ് ഒഴിവായത്. ജൂൺ മാസത്തെ 2ാമത്തെ ആകാശ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് വ്യോമയാന വിദഗ്ധർ. എത്രയോ മലയാളികൾ അതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കണം. തലനാഴിലേക്ക് ഒരു വലിയ ദുരന്തം രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ആ യാത്രക്കാർ. അടുത്തത് ഒമാനിലെ ദൈമാനിയത്ത് ദ്വീപിൽ 5 സന്ദർശകർ ഒഴുക്കിൽപ്പെട്ട വാർത്തയാണ്. ഇവരെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ എന്തായാലും രക്ഷപ്പെടുത്തിയതായി പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. ദൈമാനിയത്ത് ദ്വീപ് പ്രകൃതി സംരക്ഷണ റേഞ്ചർമാരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കടലിൽ നീന്തുന്നതിനിടെ ഉയർന്ന തിരമാലകൾക്കുള്ളിൽ സന്ദർശകർ അകപ്പെടുകയായിരുന്നു. ദ്വീപിലെത്തുന്ന സന്ദർശകർ നീന്തൽ, സ്നോർക്ലിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുമ്പോൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും തുറസായ ജലാശയങ്ങളിൽ അശ്രദ്ധമായി വിടുന്നത് ഒഴിവാക്കണമെന്നും ടൂറിസം കമ്പനികളോട് പരിസ്ഥിതി അതോറിറ്റി ആവശ്യപ്പെട്ടു. 2025 തുടക്കം മുതൽ മെയ് വരെ ഒമാനിൽ 40ഓളം മുങ്ങിമരണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നത് ബീച്ചുകളിലും വാദികളിലും ഡാമിലുമൊക്കെയാണ്. സന്ദർശകരുടെ തിരക്കേറുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തുറസായ ജലാശയങ്ങളിൽ വിനോദ പരിപാടികളിൽ ഏർപ്പെടുമ്പോൾ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ശരിയായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന് പിഴയിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് UAE 35 ലക്ഷം ദിർഹം പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. കൂടാതെ 6 മാസത്തേക്ക് പുതിയ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതിൽ നിന്നും ബാങ്കിനെ വിലക്കിയിട്ടുമുണ്ട്. UAE-യിൽ ബാങ്കുകൾ ശരിയായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി അധികൃതർ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ ഈ ബാങ്ക് ശരിയായ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതായി കണ്ടെത്തിയിട്ടുമുണ്ട്. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങളുടെ മേൽനോട്ടം നിയന്ത്രിക്കുന്ന നിയമത്തിലെ 137 വകുപ്പ് പ്രകാരമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് എന്ന് UAE അറിയിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ പേരോ മറ്റു വിവരങ്ങളോ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. UAEയിലെ ബാങ്കിംഗ് മേഖലയിലെ സുതാര്യതയും സമഗ്രതയും ഉയർത്തിപ്പിടിക്കുന്നതിനായി രാജ്യത്ത് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കണമെന്നും പരിശോധനകൾ ഇനിയും തുടരുമെന്നും UAE സെൻട്രൽ ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനത്തിൽ ജീവൻ പൊലിഞ്ഞ BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കുമുള്ള ഡോക്ടർ ഷംഷീർ വയലിന്റെ 6 കോടി രൂപയുടെ സഹായ പാക്കേജ് കൈമാറി. ഡോക്ടർ ഷംഷീർ വയൽ എന്ന് പറയുന്നത് നമ്മുടെ MA യൂസഫ് അലി അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയാണ്. ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ മീനാക്ഷി പരീഖ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് S. ജോഷി, ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകിയത്. എയർ ഇന്ത്യ ദുരന്തം ആഘാതമേൽപ്പിച്ചവർക്ക് ലഭിക്കുന്ന ആദ്യ സാമ്പത്തിക സഹായമാണ് VPS സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീറിന്റേത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 4 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നിന്നുള്ള 1ാം വർഷ MBBS വിദ്യാർത്ഥിയായിരുന്നു ആര്യൻ രജ്പുത്ത്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ നിന്നുള്ള മാനവ് ദാദു, ബാർമറിൽ നിന്നുള്ള ജയപ്രകാശ് ചൌധരി, ഗുജറാത്തിലെ ഭാവ്നഗറിൽ നിന്നുള്ള രാകേഷ് ഗോബർഭായ് ദിയോറ എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കാണ് സഹായം ലഭിച്ചത്. കർഷക കുടുംബമാണ് ഞങ്ങളുടേത്. കുടുംബത്തിലെ ആദ്യ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു അവൻ. ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന അവന് പീഡിയാട്രിക് ഹാർട്ട് സർജൻ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഈ ദുരന്തം ഞങ്ങൾക്ക് താങ്ങാനായില്ല. 4 സഹോദരിമാരാണ് ഞങ്ങൾക്ക്. അച്ഛൻ രോഗിയാണ്. അവനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും ചിറകിലേറ്റിയത്. അതിനാൽ തന്നെ ഈ സഹായവും ഞങ്ങൾക്ക് വളരെ വലുതാണ്. അപകടത്തിൽ മരിച്ച 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന രാകേഷ് ദിയോറയുടെ സഹോദരൻ വിപുൽ ഭായ് ഗോബർഭായ് ദിയോറ പറയുന്നു. സത്യത്തിൽ അവരിലേക്ക് അദ്ദേഹത്തിന്റെ MA യൂസഫ് അലിയുടെ മരുമകൻ, സത്യത്തിൽ ആ ഒരു ലേബൽ അദ്ദേഹത്തിന് ആവശ്യമില്ല. എന്നാൽ പോലും അറിയാത്തവർക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം എത്തിയത് ഒരു വലിയ സഹായമായി തന്നെയാണ്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പലരും ആ വേദിയിൽ വന്ന പലരും അദ്ദേഹത്തെ ഒരു ആശംസ പോലെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങളും പറയുന്നു അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതായത് ദുരന്തം കൺമുന്നിൽ സ്വന്തം മക്കളും സ്വന്തം രക്തവും ഒക്കെ തന്നെ ഇല്ലാതാകുന്നു എന്നൊരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യം വരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രതീക്ഷയുമായി പോയൊരു മകനായിരുന്നു. ആ മകൻ പഠിച്ചു വളർന്നെങ്കിൽ കർഷക കുടുംബത്തിലെ ഇനിയുള്ള ഒരു അവസ്ഥ എന്താകുമായിരുന്നു, ഏത് നിലയിലേക്ക് അവർ ഉയരേണ്ടവരായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടേക്കാണ് അദ്ദേഹം ആ കുഞ്ഞ് മരിച്ചതിന്റെ ഒരു സഹായം എന്ന ഒരു തുക അവരിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും മറ്റു വാർത്തകളുമായി നമുക്ക് അടുത്ത ദിവസവും കാണാം. ഒപ്പം അതുപോലെ തന്നെ സൗദിയിൽ ഒരു പ്രവാസി മരിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് അടുത്ത ദിവസം കാണാം.